അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മിക്സറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്സർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണത് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി, സാദാ പത്തിരിപ്പൊടിയാണ്, പിന്നെ പിഞ്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, കായപ്പൊടി. എങ്ങനെയാണത് റെഡിയാക്കി എടുക്കണത് നോക്കാം. നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുക, കടലപ്പൊടി ഇട്ട് കൊടുക്കുക. കടലപ്പൊടിയുടെ നേരെ പകുതി ആയിരിക്കണം അരിപ്പൊടി ചേർക്കേണ്ടത്. ഇനി മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൈ വെച്ച് നന്നായിട്ട് പൗഡറെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. നൂൽപുട്ടിൻ്റെ അച്ചിയിലാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. ഞാനിതുപോലത്തെ ഒരു അച്ചിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചിയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മാവ് പിഴിഞ്ഞു കൊടുത്താൽ മതി. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരുപാട് കനത്തിൽ ചുറ്റിച്ചെടുക്കരുത്, അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമാണ്. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും കൂടി വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ സേവ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ നമ്മളൊരു 1/4 ഭാഗം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നൊരു 1/4 ഭാഗം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ബാക്കി വന്ന മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം സേവ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ ഇതുപോലുള്ള ഓട്ടമുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ മിക്സറിൽ കാണുന്ന ആ ഒരു റൗണ്ടിലുള്ള സംഭവം ചെയ്തെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണയിൽ ഇങ്ങനെ വീഴുന്നത്, ഇങ്ങനെ പൊന്തി പൊന്തി വരും. ഇതുപോലെ നമുക്ക് നന്നായിട്ട് കറുമുറ ആയതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് നിറയെ നമുക്കിതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് പൊട്ടുകടലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, കടല റോസ്റ്റായി കിട്ടില്ല. നമ്മുടെ പൊട്ടുകടല റെഡി ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് നിലക്കടലയും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടലയും
റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കുഴിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സേവ ഇട്ട് കൊടുക്കാം. കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കുക. നല്ല മുരിഞ്ഞ് നല്ല മിക്സറിന് നല്ലൊരു സ്ട്രക്ചറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ഇതിലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇട്ട് കൊടുക്കാം. വറുത്ത വെച്ച കടല ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പം നല്ല മഴയല്ലേ, കട്ടൻ ചായയുടെ കൂടെ അങ്ങനെ മിക്സർ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് പാകത്തിനാണുള്ളത്, അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സർ റെഡിയായി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.